ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് ക്രിയേഷൻ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഒരു ബ്ലാക്ക് കോട്ടൺ സിൽക്ക് ടോപ്പ് മെറ്റീരിയലിൽ ബൂളിയൻ നോട്ട് നിറച്ചും ഫ്രണ്ടിലും സ്ലീവ്സിലും നിറച്ച് ബൂളിയൻ നോട്ട് സ്റ്റിച്ച് വെച്ച് തയ്ച്ചിരിക്കണം കണ്ടിട്ടുണ്ട്. അപ്പോൾ അതാരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ലൈനിൽ ലിങ്ക് ഉണ്ട്. ഞാൻ ആ ചുരിദാർ കാണിച്ചു തരാം. അതിൻ്റെ ഷോളാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അതൊരു കോട്ടൺ സിൽക്ക് മെറ്റീരിയലിലായിരുന്നു നമ്മൾ ടോപ്പ് ചെയ്തിരിക്കുന്നത്. ഷോള് ഒരു ഷിഫോൺ, ബ്ലാക്ക് ഷിഫോൺ ഷോളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഷോളിന് പൊതുവേ 2.5 മീറ്റർ ആണ് അത്യാവശ്യം പൊക്കം ഉള്ള ആൾക്കാർ എടുക്കുന്നത്. 2.5 മീറ്ററിൻ്റെ ഷിഫോൺ മെറ്റീരിയലിനകത്താണ് ഞാൻ ക്രോഷിയോ വെച്ചിട്ടാണ് ബോർഡർ രണ്ട് സൈഡിലും തയ്ച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ ക്രോഷിയോ ബോർഡർ ഡിസൈനാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് ഷോളിൽ ദുപ്പട്ടയിൽ മാത്രം ചെയ്യാവുന്ന ഒരു പാറ്റേൺ അല്ല. നിങ്ങൾക്ക് ചെയർ ബാക്കിൽ അല്ലെങ്കിൽ സാരിയിൽ പല്ലൂലാണെങ്കിലും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ആ ചുരിദാറും അതിൻ്റെ ഷോളും എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഷോള്. അപ്പം ഇതാണ് ചുരിദാർ. ടോപ്പിൻ്റെ അകത്ത് ഇങ്ങനെയാണ് വർക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ മാച്ചിങ് ബ്ലാക്ക് ദുപ്പട്ടയാണ് വരുന്നത്. ബ്ലാക്ക് ദുപ്പട്ട ഇത് ഷിഫോൺ മെറ്റീരിയലാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എഡ്ജസിലാണ് വർക്ക് വന്നിരിക്കുന്നത്. ഇതുവരെ ഓറഞ്ച് കളർ, കുറച്ചും കൂടെ ബ്രൈറ്റ് കളറാണ് ഓറഞ്ച്. ബ്രൈറ്റ് കളർ ഓറഞ്ച് വെച്ചിട്ടാണ് ഞാൻ തയ്ച്ചിരിക്കുന്നത്. ഇത് തയ്ക്കാനായിട്ട് യൂസ് ചെയ്തേക്കുന്ന ആങ്കർ ത്രെഡ് അല്ല, ആങ്കറിൻ്റെ തന്നെ പേൾ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സൈഡും ദുപ്പട്ടയുടെ രണ്ട് എഡ്ജസിലും ഇതുവരെ തയ്ക്കാനായിട്ട് ഒരു പേൾ കോട്ടൺ ത്രെഡ് മുഴുവനില്ല, കുറച്ച് ബാക്കി വന്നു. അപ്പോൾ ഒരു നമ്മൾ ഏകദേശം ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഒരെണ്ണം മുഴുവൻ എന്ന് പറയാം, കുറച്ചാ ബാക്കി വന്നോളൂ. അപ്പോൾ അത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് ഫുൾ രണ്ട് എഡ്ജസും തയ്ക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ട്രയാങ്കിൾ ഷേപ്പായിട്ടാണ് വരുന്നത്. 4, 3, 2, 1 ഉള്ളൊരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഈ ഒരു പാറ്റേൺ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ട്രയാങ്കിൾ ഷേപ്പ് നിങ്ങൾക്ക് വലുതാക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ കുഞ്ഞിതാക്കും. ഇപ്പോൾ 4, 3, 2, 1 എന്നുള്ള രീതിയിലല്ലാണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 5, 4, 3, 2 അങ്ങനെ ആക്കാം, അല്ലെങ്കിൽ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഡിസൈൻ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം. ഒത്തിരി വലുത് വേണമെങ്കിൽ വലിയ ട്രയാങ്കിൾ വേണമെങ്കിൽ അങ്ങനെ ആക്കാം, കുഞ്ഞത് വേണമെങ്കിൽ കുഞ്ഞതും ആക്കാം. അപ്പം രണ്ട് രീതിയിലും തയ്ക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ടോപ്പ്. ഇത് ഷോളിൻ്റെ അകത്ത് ഇതുപോലെ ക്രോഷിയോ വർക്ക്. അപ്പോൾ ഇതിലത്തെ ക്രോഷിയോ വർക്കാണ് ഞാൻ കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു ഡ്രസ്സ് ഇടുമ്പോൾ ഇതുപോലെ ദുപ്പട്ടയിലും ടോപ്പിലൊക്കെ ഹാൻഡ് എംബ്രോയിഡറി വർക്ക് ചെയ്യുമ്പം കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. ടോപ്പിൽ വർക്ക് ചെയ്തിട്ട് പ്ലെയിൻ ഷോൾ ഇട്ടാൽ അത്ര ഭംഗി ഉണ്ടാവില്ല. അതിൽ കൂടുതൽ ഷോളിലും നിറച്ചും വർക്കൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ എഡ്ജസ് ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗി കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ ഇതിനൊരു പാക്കേജ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു ടോപ്പിലും വർക്ക്, ഷോളിലും വർക്ക്, അതിൻ്റെ കൂടെ ഒരു ഹാൻകർച്ചീഫും ഉണ്ട്. അതിൻ്റെ അകത്തും ക്രോഷിയോ വർക്കാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഹാൻകർച്ചീഫ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഹാൻകർച്ചീഫ്. വൈറ്റ് ഹാൻകർച്ചീഫിൻ്റെ അകത്ത് ഈ ബോർഡറിൽ ക്രോഷിയോ ചെയ്തിരിക്കുന്നു. പക്ഷേ ഷോളിൽ ചെയ്ത ക്രോഷിയോ വർക്ക് അല്ല ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഡിഫറെൻറ്റ് ക്രോഷിയോ വർക്കാണ്, ഡിഫറെൻറ്റ് പാറ്റേൺ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഷോളിൽ ചെയ്തിരിക്കുന്ന പാറ്റേൺ ആണ് കാണുന്നത്. ഈ ഒരു പാറ്റേൺ മറ്റൊരു ദിവസം ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ പാറ്റേൺ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ എടുത്തേക്കുന്ന ബ്ലാക്ക് ഷിഫോൺ മെറ്റീരിയലാണ്. ഇതൊരു ഷോളാണ്, 2.5 മീറ്ററിൻ്റെ ഷോളാണ്. അപ്പോൾ ഇതിൻ്റെ അരികെ ഞാൻ ഒന്ന് പയ്യെ മെഷീത്തിൽ അടിച്ചിട്ടുണ്ട്. നമുക്ക് കൈ കൊണ്ട് പിന്നെ കുത്തി വെച്ചാലും മതി, അല്ലെങ്കിൽ കൈ കൊണ്ട് നമുക്ക് അടിച്ചെടുത്താലും മതി. എളുപ്പത്തിൽ നമുക്ക് പിന്നെ കുത്തിയാലും മതി, കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു എൻഡിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് ഓറഞ്ച് കളർ പേൾ കോട്ടൺ ത്രെഡാണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ത്രെഡ്. അപ്പം ഈ ഒരു ത്രെഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആദ്യം തന്നെ ആ ത്രെഡിൻ്റെ ഒരു എൻഡ് എടുത്തിട്ട് നമ്മൾ നോട്ടിടുവാണ്. ഇങ്ങനെ ഒരു നോട്ടിടുക. എന്നിട്ട് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിംഗറിൽ ഇങ്ങനെ ചുറ്റി വെച്ചാൽ മതി. ഇങ്ങനെ വലിഞ്ഞിരിക്കാനായിട്ട് ഇങ്ങനെ ത്രെഡ് ഫിംഗറിൽ ഇങ്ങനെ ചുറ്റി വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക്
ഇത് ഈ നോട്ട് ഇട്ടേക്കുന്നത് ബാക്കിൽ വെച്ചിട്ട് നമുക്ക് തുടങ്ങാം, അല്ലെങ്കിൽ ഫ്രണ്ടിൽ വെച്ചാണെങ്കിലും തുടങ്ങാം, എങ്ങനെയാണെങ്കിലും തുടങ്ങാം. ഫ്രണ്ടിൽ വെച്ചാണെങ്കിലും ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പം മെഷീനിൽ അടിച്ചപ്പോഴും ഇത്തിരി പോർഷൻ അടി വന്നിട്ടില്ല, ഇങ്ങനെ വിടർന്നു പോകുന്നു, അടിച്ചതിൻ്റെ പുറത്തോട്ട് വന്നു. അപ്പോൾ അത് ഒന്ന് കൈ പിടിച്ച് വെച്ചാൽ മതി, കുഴപ്പമില്ല. അപ്പോൾ ഈ നോട്ട് ഞാൻ ബാക്കിൽ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഈ ഏറ്റവും ഇങ്ങറ്റത്തു നിന്ന് വേണം നമുക്ക് തയ്ച്ച് തുടങ്ങാനായിട്ട്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നമ്മൾ നീഡിൽ താത്തുകയാണ്. ഈ ഷിഫോൺ മെറ്റീരിയലിൻ്റെ എഡ്ജ് ഇത്തിരി ഹാർഡാണ്, അപ്പോൾ ഇച്ചിരി മുറുക്കെ നമ്മൾ കുത്തിയാലാണ് അതിന് ഓട്ട വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ താഴത്ത് ഇപ്പോൾ ഹോളുണ്ടായി, നീഡിൽ അപ്പുറത്തെ സൈഡിലാണ്. ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഈ ത്രെഡ് എടുത്തുകൊണ്ട് നമ്മൾ ഇപ്പുറത്തോട്ട് വരികയാണ്. എടുത്തുകൊണ്ട് വരുമ്പോൾ മെഷീൻ വെച്ച് തയ്ച്ച് ആ ത്രെഡും കൂടെ ചിലപ്പോൾ ഉടക്കിയിരിക്കും. അത് ഒന്ന് നോക്കിയിട്ട് വലിച്ചേച്ചാൽ മതി. ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കളയുകയോ മാറ്റി വയ്ക്കുകയോ. ഇപ്പം ഞാൻ എടുത്തപ്പം ആ ബ്ലാക്ക് കളർ ത്രെഡും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ തയ്ച്ചതും കൂടെ വരും. ഇപ്പോൾ നമ്മൾ ത്രെഡ് എടുത്തുകൊണ്ട് പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഇതിൽ കൂടെ ഇങ്ങനെ കയറ്റുക. അപ്പോൾ നമ്മളൊരു സിംഗിൾ ക്രോഷേ ചെയ്യണവരെ ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി 3 ചെയിൻ ഇടുക. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് ദുപ്പട്ടയുടെ ഇതിൻ്റെ സൈഡിൽ ചെയ്യുന്ന സ്റ്റിച്ച് 2 മെത്തേഡായിട്ട് 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം 3 ചെയിൻ ഇടാം. നമുക്ക് 3 ചെയിൻ ഇട്ടു. എന്നിട്ട് ഈ ഡിസ്റ്റൻസ് നോക്കുക, ഈ 3 ചെയിൻ എവിടം വരെ പോകുന്നു ആ ഡിസ്റ്റൻസിൽ വീണ്ടും സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അപ്പോൾ നമ്മൾ ട്വിസ്റ്റ് ഒന്നും ചെയ്യേണ്ട, സിംഗിൾ ക്രോഷ്യ വെറുതെ താഴത്തോട്ട് ആക്കിയിട്ട് ത്രെഡ് എടുത്തുകൊണ്ട് പുറത്തോട്ട് വന്ന് വീണ്ടും ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് സിംഗിൾ ക്രോഷ്യ. ഇനി വീണ്ടും 3 ചെയിൻ ഇടുക, സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ ഈ ഫുൾ എഡ്ജിൻ്റെ ഫുള്ളും 2 സൈഡിൻ്റെ ഷോളിൻ്റെ 2 സൈഡും ഇതുപോലെ ചെയ്ത് തയ്ച്ച് പോകണം. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യണത്. അപ്പോൾ വീണ്ടും നമ്മൾ 3 ചെയിൻ ഇടാൻ പോവാണ്. 1 2 3. ഇനി നമ്മൾ അടുത്തത് ആ ഡിസ്റ്റൻസ് നോക്കിയിട്ട് ഡിസ്റ്റൻസൊക്കെ നോക്കി വെക്കുക. വീണ്ടും സിംഗിൾ ക്രോഷ്യ. ഇതിവിടെ ഞാൻ മെഷീനിൽ തയ്ച്ചത് വിട്ടുപോയിട്ടുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് വേണം കുത്തിയെടുക്കാൻ. വീണ്ടും സിംഗിൾ ക്രോഷ്യ. അപ്പോൾ വീണ്ടും 3 ചെയിൻ ഇടുക. വീണ്ടും സിംഗിൾ ക്രോഷ്യ. ഇങ്ങനെ ഫുൾ ബോർഡർ നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഷോളിൻ്റെ 2 അറ്റത്തും ഇതുപോലെ തന്നെ ആദ്യം സിംഗിൾ ക്രോഷ്യയും 3 ചെയിനും വെച്ചിട്ട് മുഴുവൻ തയ്ച്ച് തീർക്കുക. എന്നിട്ടാണ് അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 2 സ്റ്റെപ്പായിട്ട് ചെയ്യണം, ഒറ്റയടിക്കല്ല തയ്ച്ച് തീർക്കുന്നത്, 2 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ തയ്ച്ച് തീർക്കുന്നത്. അപ്പോൾ ഇത് മുഴുവൻ സിംഗിൾ ക്രോഷ്യ വെച്ചിട്ട് നമുക്ക് ഈ ബോർഡർ തയ്ച്ചെടുക്കാം ആദ്യം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ ഒരു വട്ടോടെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് തയ്ക്കേണ്ടതെന്നുള്ളത്. 3 ചെയിൻ ഇടുക. അത് കഴിഞ്ഞിട്ട് സിംഗിൾ ക്രോഷ്യ അടുത്ത് കൊണ്ടുവന്ന് കുത്തുക. സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഇതുവരെ കണ്ടിന്യൂ ചെയ്തു പോവുക. ഇപ്പം നമ്മൾ ക്രോഷ്യ വെച്ചിട്ട് സിംഗിൾ ക്രോഷ്യ 3 ചെയിനും ഇട്ട് ഈ ഫുൾ ബോർഡറും തയ്ച്ചു കഴിഞ്ഞു. ഒരു എഡ്ജ് മുഴുവൻ നമ്മൾ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്.
ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ തയ്ച്ചു കഴിഞ്ഞത് ഇവിടെയാണ്. അപ്പോൾ നമ്മൾ ബാക്കിലോട്ട് എടുക്കുകയാണ്. ഇതിപ്പോൾ ഫ്രണ്ട് നല്ല ഭാഗമാണ്, ദുപ്പട്ടയുടെ നല്ല ഭാഗമാണ്. ഇത് ബാക്കിലോട്ട് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ച് വയ്ക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ കണ്ട ഈ എടുത്തിരിക്കുന്ന ഈ 3 ചെയിനില്ലേ, ഈ ചെയിൻ്റെ ഇടയിൽ കൂടെ ക്രോഷ്യയുടെ ഇത് കൊണ്ടുപോവുക, നീഡിൽ കൊണ്ടുപോവുക, ത്രെഡ് എടുത്ത് പുറത്ത് വരിക. സിംഗിൾ ക്രോഷ്യയാണ് നമ്മളവിടെ ചെയ്യുന്നത്. ആ വിടവിൽ നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ 3 ചെയിൻ ഇടുക. 1 2 3 3 ചെയിൻ ഇട്ട് കഴിഞ്ഞിട്ട് അടുത്ത വിടവിൽ സെക്കൻഡ് ഗ്യാപ്പിലോട്ട് നമ്മൾ എടുക്കുകയാണ്. സെക്കൻഡ് ഗ്യാപ്പിൽ ഇതുപോലെ തന്നെ സിംഗിൾ ക്രോഷ്യ നമ്മൾ ചെയ്യണം. അങ്ങനെ 4 വട്ടം നമ്മൾ ചെയ്യണം. ഇപ്പോൾ ഒരു വട്ടം നമ്മൾ ചെയ്തു, രണ്ടാമത്തെ വട്ടമാണ് ഇപ്പോൾ ചെയ്യുന്നത്. 1 2 3 ചെയ്തിട്ട് അടുത്ത ഗ്യാപ്പിൽ ഇതുപോലെ തന്നെ സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നു. പിന്നെ 3 ടൈംസ് ചെയിൻ ഇടുന്നു. പിന്നെ അടുത്ത ഗ്യാപ്പിൽ പിന്നെ 3 ചെയിൻ ഇടുന്നു. ഇപ്പോൾ എത്രനായി? 1 2 3 ആയുള്ളൂ. ഇതും കൂടെ വരുമ്പോൾ ലാസ്റ്റത്തെയാണ് ഇത് 4 ടൈംസ് ആകും. അപ്പോൾ ലാസ്റ്റ് ഒന്നുകൂടെ ഇത് ചെയ്യുക. ഇവിടെ സിംഗിൾ ക്രോഷ്യ ചെയ്ത് നിർത്തുക കേട്ടോ. അപ്പോൾ ഇത് നോക്കുക, ഇവിടെ ഒരു ലൂപ്പ് കിട്ടി നമുക്ക്. ഇതൊന്ന്, ഇത് 2, ഇത് 3, ഇത് 4. അങ്ങനെ 4 വട്ടം നമ്മൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഒരു വട്ടം ഒരു ചെയിൻ ഇട്ടിട്ട് ഇനി നമ്മൾ നമ്മുടെ തുണി ടേൺ ചെയ്യണം. ഫ്രണ്ടിലോട്ട് വന്നു. അവിടെ വീണ്ടും ഈ ലൂപ്പിൻ്റെ ഇതിൻ്റെ അടിയിൽ കൂടെ ഒരു 3 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ 3 ചെയിൻ ഇടുക. സിംഗിൾ ക്രോഷ്യ ചെയ്യണു. ഇനി 3 ചെയിൻ ഇടുന്നു. ഇനി അടുത്ത ഇതിൽ പോകുന്നു, ഗ്യാപ്പിൽ പോകുന്നു. അവിടെയും സിംഗിൾ ക്രോഷ്യ ആദ്യം ചെയ്യണു. പിന്നെ 3 ചെയിൻ ഇടുകയാണ്. എഗെയിൻ അടുത്തതിൽ പോവുകയാണ്. അടുത്ത ചെയിനിൽ പോയിട്ട് സിംഗിൾ ക്രോഷ്യ ചെയ്യുകയാണ്. പിന്നെ 3 ചെയിൻ ഇടുന്നു. പിന്നെ സിംഗിൾ ക്രോഷ്യ വീണ്ടും അടുത്ത ഗ്യാപ്പിൽ പോയിട്ട് ചെയ്യണം. ഇപ്പോൾ ഇവിടെ 3 ആയി. ആദ്യം 4 ഇതായിരുന്നു താഴത്തെ തട്ടിൽ വന്ന്, ഇവിടെ ആയപ്പോൾ 3 എണ്ണമായി. ഇനി ഇവിടെ നമ്മൾ ഒരു ചെയിൻ ഇടുകയാണ്. അവസാനം ഒരു ചെയിൻ ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ക്ലോത്ത് ടേൺ ചെയ്യുകയാണ്. ഇവിടെ വന്നിട്ട് അടുത്ത 3 കളങ്ങളാണ് ഉള്ളത്. അടുത്ത ആദ്യത്തെ ഇതിൽ നമ്മളിതുവരെ എടുത്തിട്ട് സിംഗിൾ ക്രോഷ്യ ചെയ്യണം. അതിങ്ങനെ കണ്ടിന്യൂസ് ചെയ്ത് പോവുകയാണ്. സിംഗിൾ ക്രോഷ്യ ചെയ്യണു. പിന്നെ 3 ചെയിൻ ഇടുകയാണ്. പിന്നെ അടുത്തതിൽ പോകുന്നു, അടുത്ത ഗ്യാപ്പിൽ പോകുന്നു, സിംഗിൾ ക്രോഷ്യ ചെയ്യണു. 3 ചെയിൻ ഇടുന്നു. അടുത്ത ഗ്യാപ്പിൽ പോകുന്നു, സിംഗിൾ ക്രോഷ്യ ചെയ്ത് 3 സിംഗിൾ ക്രോഷ്യ ചെയ്തു. അപ്പോൾ ഇവിടെ തീർന്നു. അപ്പോൾ ആദ്യം 4 3 2 ആയി. ഇനി ഇവിടെ ഒരു ചെയിൻ ഇടുന്നു. ഇപ്പുറത്തെ സൈഡിലോട്ട് വരുന്നു, ഫ്രണ്ട് സൈഡിലോട്ട് വരികയാണ്. അവിടെ ആദ്യത്തെ ഗ്യാപ്പിൽ നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്ത് 3 ചെയിൻ ഇട്ട് ഒരു വട്ടം നമ്മളതുവരെ ചെയ്യും. സിംഗിൾ ക്രോഷ്യ ചെയ്യാണ്. 1 2 3. എന്നിട്ട് സിംഗിൾ ക്രോഷ്യ ചെയ്ത് നമ്മൾ ഇവിടുത്തെ ഒരെണ്ണായി. ഇനി എന്താ, ഒരു ചെയിൻ ഇടുക, ഇപ്പുറത്തെ സൈഡിലോട്ട് വരിക. ഇപ്പോൾ ഒരു ഗ്യാപ്പേ ഉള്ളൂ. ഈ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക, സിംഗിൾ ക്രോഷ്യ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. ആദ്യം 4 3 2 1 അങ്ങനെ ഒരു പിരമിഡ് പോലത്തെ അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പാണ് നമുക്ക് കിട്ടുന്നത്. ഇത്രയും തയ്ച്ചു കഴിഞ്ഞിട്ട് ഇനി നമ്മൾ 10 ചെയിൻസാണ് ഇടുന്നത്.
10 ചെയിൻസ് ഇട്ട് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഇവിടെ നിന്നാണ് ഈ ഒരു ഗ്യാപ്പിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഈ ഗ്യാപ്പിൽ നിന്ന് ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇനി ആ ഗ്യാപ്പല്ല, ഈ ഗ്യാപ്പിൽ നമ്മൾ കയറ്റുകയാണ്. ഇതിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, അവിടെയല്ല, ഈ ഗ്യാപ്പിൽ നിന്ന്. ഈ ഗ്യാപ്പിൽ നീഡിൽ കൊണ്ടുപോയിട്ട് സിംഗിൾ ക്രോഷ്യ നമ്മൾ ചെയ്യാണ്, അറ്റാച്ച് ചെയ്തു. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. ഇങ്ങനെ വരും ഒരു പിരമിഡ്, ഒരു ട്രയാങ്കിൾ ഷേപ്പ്. ട്രയാങ്കിളിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു ത്രെഡ് താഴത്തോട്ട് പോകുന്നു. പിന്നെ ഈ സെയിം പ്രൊസീജിയർ വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. 4 3 2 1 ഇങ്ങനെ ട്രയാങ്കിൾ ഫോം ചെയ്യുന്നു, 10 ചെയിൻസ് ഇടുന്നു, അടുത്തതിലോട്ട് പോകുന്നു. അങ്ങനെ അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുണി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുകൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ ഇവിടെ 3 ചെയിൻ അറ്റാച്ച് ചെയ്തു. അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് 3 ചെയിൻ ഇടുന്നു. 3 ചെയിൻ ഇട്ടിട്ട് അടുത്ത ഇതിൽ അടുത്ത ബാറിലോട്ട് പോവുകയാണ് നമ്മൾ. അവിടെ സിംഗിൾ ക്രോഷ്യ വെച്ച് അറ്റാച്ച് ചെയ്യുന്നു. പിന്നെ നമ്മൾ 3 അതുവരെ 4 വട്ടം ചെയ്യാം. അപ്പം ആദ്യത്തെ പ്രൊസീജിയർ എങ്ങനെയാണ് നമ്മൾ ആദ്യം ചെയ്ത് അതുപോലെ തന്നെ വീണ്ടും നമ്മൾ ചെയ്യുവാണ്. ഇതുപോലെയാണ് തയ്ച്ച് കഴിഞ്ഞിട്ട് വരുന്നത്. ഒരു ട്രയാങ്കിൾ ഷേപ്പ്, പിന്നെ ഇങ്ങനെ ഒരു ലൂപ്പ്, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫുൾ കണ്ടിന്യൂസ് തയ്ക്കാം. 2 ബോർഡറിലും 2 ഷോളിൻ്റെ 2 സൈഡിലും ഇതുപോലെ തന്നെ തയ്ക്കാം. അപ്പോൾ നമ്മുടെ ചുരിദാറിന് മാച്ചിങ് ആയിട്ട് നമുക്ക് ഏത് ത്രെഡ് വെച്ച് വേണമെങ്കിലും ഇതുപോലെ തയ്ച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുഷൻ്റെ ബാക്ക് സൈഡിലൊക്കെ തയ്ച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ വരും. ഇപ്പോൾ എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇതേ വലിച്ച് ഊരിപ്പോയെന്നത് ഇങ്ങനെ ഒന്ന് വലിച്ചാൽ മതി, മുഴുവൻ ഊരിപ്പോകുന്നുള്ളൂ. നമുക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അങ്ങനെ കറക്റ്റ് ചെയ്യാം. അപ്പോൾ എപ്പോഴും ക്രോഷ്യ വെച്ച് തയ്ക്കുമ്പോൾ എപ്പോഴും ഈ നീഡിൽ ഈ ലൂപ്പിൽ എപ്പോഴും ഈ ചെയിനിൽ വെച്ചോണം, അല്ലെങ്കിൽ അത് ഇങ്ങനെ ഒന്ന് വലിക്കുമ്പോഴേ ഊരിപ്പോരും. അപ്പോൾ അത് നമ്മൾ തയ്ച്ചതെല്ലാം പെട്ടെന്ന് ആരെങ്കിലും ഒരു തുമ്പിൽ പിടിച്ച് വലിച്ചാൽ മതി, മുഴുവൻ ഊരിപ്പോരും. അപ്പം എപ്പോഴും തയ്ച്ച് കഴിഞ്ഞിട്ട് ഒരു വലിയ ലൂപ്പ് ഉണ്ടാക്കിയിട്ട് ഈ ചെയിൻ്റെ ഉള്ളിൽ എപ്പോഴും നീഡിൽ വെച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെ ചെയിൻ വെച്ചിട്ട് ഇങ്ങനെ നീഡിൽ വെച്ച് വയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് പയ്യെ ഒന്ന് തൊട്ടാൽ മതി, അതായത് മുഴുവൻ തയ്ച്ചത് മുഴുവൻ ഊരിപ്പോയി. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഡിസൈൻ പാറ്റേൺ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.